മുഖ്യമന്ത്രി ഔട്ട്ഡേറ്റഡ് ആണ്. മുഖ്യമന്ത്രി കാലഹരണപ്പെട്ട ഒരു ഭരണാധികാരിയാണെന്നാണ് അദ്ദേഹം ഈ മറുപടിയിലൂടെ തെളിയിക്കുന്നത്. ഇസ്രയേലിനെതിരായ ഞങ്ങളുടെ സമരം പാരിസ്ഥിതികമായ പ്രത്യാഘാതമാണ്. 195 രാജ്യങ്ങൾ ചേർന്ന് തയ്യാറാക്കിയ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചുള്ള റിപ്പോർട്ടും അതിന്മേൽ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ കൊണ്ടുവന്ന അനാലിസിസും നിയമസഭയിൽ കൊണ്ടുവന്ന പ്രതിപക്ഷമാണ്. ഞങ്ങളപ്പോ ഈ കേരളയിൽ കൊണ്ടുവരാൻ സമയത്തും വയനാട് തുരങ്കപാതയുടെ സമയത്തും തീരദേശ പാതയുടെ സമയത്തും കൃത്യമായ പാരിസ്ഥിതിക ആഘാത പഠനം നടത്തണം. ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു ഘടകമാണ്. ഇപ്പൊ ഹൈവേ പണിയുമ്പോൾ കംപ്ലീറ്റ് തകർന്നു വീഴുന്നത് എന്താ? കേരളത്തിന്റെ ഒരു സോയിൽ സ്ട്രക്ചറും കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും ഇന്നത്തെ കാലാവസ്ഥാ വ്യതിയാനവുമായി കൂട്ടിച്ചേരണം. അപ്പൊ ഏത് വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും ഈ കാലാവസ്ഥാ വ്യതിയാനം പ്രധാന ഘടകമായി എടുത്തില്ലെങ്കിൽ കേരളത്തിൽ അപകടം ഉണ്ടാവും. അതും മനസ്സിലാക്കണം. ഒരു പുതിയ കാലഘട്ടത്തിലെ ഒരു ഭരണാധികാരി അത് ചിന്തിക്കാതെ ഒരു തീരുമാനം എടുക്കരുത്. അത് അദ്ദേഹം കാലഹരണപ്പെട്ട ഒരു ഭരണാധികാരിയാണ്. അദ്ദേഹം 25 കൊല്ലം മുമ്പാണ് ജീവിക്കുന്ന അദ്ദേഹത്തിന്റെ മൈൻഡ് സെറ്റ്, അദ്ദേഹത്തിന്റെ മനോഭാവം. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തിന് പുച്ഛവും പരിഹാസവും.